Next is computation of carpet area. Computation of carpet area. Carpet area is the floor area of usable rooms at any floor level. Floor area of usable rooms at any floor level. അതാണ് carpet area. So carpet area എങ്ങനെ കണ്ടുപിടിക്കാം? Floor area of the plinth area നിന്നും floor area of wall കുറച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും? carpet area കിട്ടും. Is equal to minus wall area. വാളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ അതിന്റെ ഫിനിഷും കൂടെ ചേർത്ത് വേണം വാൾ ഏരിയ കൺസിഡർ ചെയ്യാൻ. ഫ്ലോർ ഏരിയ ഓഫ് ദ വാൾ, അതായത് വാൾ തിക്നെസ് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ വാൾ തിക്നെസ് കുറച്ചിട്ടുള്ള ലെങ്ത് വേണം മെഷർ ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? കാർപ്പറ്റ് ഏരിയ കിട്ടും. So carpet area shall be the area worked out excluding area of floor following portions. So ഇത് measure ചെയ്യുമ്പോൾ നമ്മൾ exclude the following. So ഇതിൽ എന്തൊക്കെ exclude ചെയ്യണം? Veranda, then corridor and passage, then entrance hall and porch, then staircase and stair cover, then shaft and machine room, for lift. Then we must exclude shaft for sanitary or water supply installation, then bathroom and lavatory, then kitchen and pantry, then store, last air conditioning duct and plant room. ഇത്രയും കാര്യങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്ത് വേണം ഇതാണ് കാർപ്പറ്റ് ഏരിയ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഒരു ബിൽഡിങ്ങിനകത്ത് എവിടെയെല്ലാം കാർപ്പറ്റ് ഇടുന്നു ആ ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ. പ്ലിന്ത് ഏരിയയിൽ നിന്നും നമ്മൾ വാൾ തിക്നെസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കാർപ്പറ്റ് ഏരിയ കിട്ടും. പക്ഷെ അതിന്റെ കൂടെ ഇത്രയും കാര്യങ്ങളും കൂടെ കുറയ്ക്കണം. ആക്ച്വലി പ്ലിന്ത് ഏരിയയിൽ നിന്ന് വാൾ തിക്നെസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോർ ഏരിയ കിട്ടും. അതിൽ നിന്ന് നോൺ യൂസബിൾ ഏരിയയും കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാർപ്പറ്റ് ഏരിയ കിട്ടും. അതായത് കിച്ചൺ, ബാത്റൂം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കാർപ്പറ്റ് ഇടാറില്ല. ഈ കാർപ്പറ്റ് ഇടാത്ത ഏരിയസിലെ എല്ലാ ഏരിയ എടുക്കുമ്പോഴാണ് നമുക്ക് കാർപ്പറ്റ് ഏരിയ കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ കാർപ്പറ്റ് ഏരിയ എന്ന് വിളിക്കുന്നത്. നോൺ യൂസബിൾ ഏരിയാസ് എല്ലാം മാറ്റിയിട്ട് ഒരു ബിൽഡിങ്ങിനകത്ത് വരുന്ന ഫ്ലോർ ഏരിയ എത്രയാണോ അതാണ് കാർപ്പറ്റ് ഏരിയ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ
പ്ലിന്ത് ഏരിയ മൈനസ് വാൾ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലോർ ഏരിയ കിട്ടും. അതിൽ നിന്നും നോൺ യൂസബിൾ ഏരിയ ഡിഡക്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് കാർപ്പറ്റ് ഏരിയ. ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി കാർപ്പറ്റ് ഇടുന്ന ഏരിയ, അതാണ് കാർപ്പറ്റ് ഏരിയ. എക്സാം എഴുതുന്നത് അങ്ങനെ ജസ്റ്റ് മനസ്സിൽ വെക്കാൻ വേണ്ടി, കമ്പ്യൂട്ടേഷൻ ഓഫ് കാർപ്പറ്റ് ഏരിയ. ആൻഡ് KMVR പറയുന്നത് കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ പറയുന്നത് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് 20% of floor area shall be deducted from the total floor area in each floor. KMVR പറയുന്നത് കാർപ്പറ്റ് ഏരിയക്ക് ഫ്ലോർ ഏരിയയുടെ 80% എടുത്താൽ മതി. അതായത് ഫ്ലോർ ഏരിയയുടെ 20% ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് കാർപ്പറ്റ് ഏരിയ ആണെന്നാണ് KMVR പറയുന്നത്. Now the next is floor area ratio. What do you mean by floor area ratio or floor space index? Ratio of total built up area or total floor area to area of plot. Total built up area or total floor area, total built up area or total floor area in all floors divided by total area of plot. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് കിട്ടും. ഫ്ലോർ ഏരിയ റേഷ്യോ ഓർ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. ഫ്ലോർ ഏരിയ റേഷ്യോ ഓർ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു ബിൽഡിങ്ങിന്റെ ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ, അതായത് എല്ലാ ഫ്ലോറിന്റെയും കൂടെ ഫ്ലോർ ഏരിയ ചേർത്ത് ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലോർ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ ടോട്ടൽ ഏരിയ ഓഫ് പ്ലോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഫ്ലോർ ഏരിയ റേഷ്യോ ഓർ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്. That is total covered area of plinth on all floors divided by area of plot. ഇതിന്റെ മാക്സിമം വാല്യൂ 3 ആണ്. New 3. So floor area is the usable covered area of building at any floor level, and total covered area on all floors by area of plot ചെയ്യുമ്പോൾ you will get FAR, floor area ratio. ഇപ്പോൾ FAR 1 എന്ന് പറഞ്ഞാൽ total floor area of buildingും plot area of the buildingും ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. And FAR for residential building, residential buildingന് FAR എന്ന് പറയുന്നത് 1 to 2 ആയിരിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് 1 to 2 ആയിരിക്കും FAR വാല്യൂന്റെ റേഞ്ച്. And FAR restricts the height of building and number of stories. Restricts height of building and number of stories. So എത്ര നിലയാകാനും എത്ര ഹൈറ്റ് വരെ ബിൽഡിംഗ് ആകാം എന്നുള്ളതൊക്കെ ഈ ഫ്ലോർ ഏരിയ റേഷ്യോ ആണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. അതായത് ഫ്ലോർ ഏരിയ റെസ്ട്രിക്ട്, അതായത് ഫോർ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ പ്ലോട്ട് ഏരിയ 300 സ്ക്വയർ മീറ്റർ, പ്ലോട്ട് ഏരിയ 300 സ്ക്വയർ മീറ്റർ, FAR 2 and ground cover is 150 square meter. അപ്പോൾ ടോട്ടൽ ബിൽഡപ്പ് ഏരിയ എത്രയായിരിക്കും?
ഗ്രൗണ്ട് കവർ 150 സ്ക്വയർ മീറ്റർ, സെറ്റ് ബാക്ക് കഴിഞ്ഞിട്ട് 150 സ്ക്വയർ മീറ്റർ, പ്ലോട്ടിന്റെ ഏരിയ 300 സ്ക്വയർ മീറ്റർ, ഫ്ലോർ ഏരിയ റേഷ്യോ 2. അപ്പൊ ടോട്ടൽ ബിൽഡപ്പ് ഏരിയ എത്രയായിരിക്കും? ടോട്ടൽ ബിൽഡപ്പ് ഏരിയ is equal to FAR into area of plot. അതായത് FAR എന്ന് പറയുന്നത് ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ ഓഫ് പ്ലോട്ട് ആണ്. അപ്പൊ ടോട്ടൽ ബിൽഡപ്പ് ഏരിയ എന്ന് പറയുമ്പോൾ FAR into പ്ലോട്ട് ഏരിയ ആയിരിക്കും. ദാറ്റ് ഈസ് 2 into 300 which is equal to 600 meter square. ഇത് ചെറിയ എക്സാമ്പിളിനേ ഉള്ളൂ. ടോട്ടൽ ബിൽഡപ്പ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? FAR into പ്ലോട്ട് ഏരിയ. അതെങ്ങനെ വന്നു? ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ FAR എന്ന് പറയുന്നത് ടോട്ടൽ ബിൽഡപ്പ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ ഓഫ് പ്ലോട്ട് ആയിരുന്നു. സോ ടോട്ടൽ ബിൽഡപ്പ് ഏരിയ എന്ന് പറയുന്നത് FAR into പ്ലോട്ട് ഏരിയ. ദാറ്റ് ഈസ് 2 into 300 600 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് എത്ര ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്യാം? Total number of floors that can be constructed. Total number of floors that can be constructed എത്രയാണ്? Total built-up area by ground cover. ഗ്രൗണ്ട് എത്ര കവർ ചെയ്യുന്നത് നോക്കണം. ഈ ബിൽറ്റപ്പ് ഏരിയ എന്ന് പറയുന്നത് എല്ലാ ഫ്ലോറിനെയും കൂടെ ഏരിയ ചേർത്തിട്ടാണ്. ഒരു ഗ്രൗണ്ട് കവർ, ഒരു ഫ്ലോറിന്റെ ഗ്രൗണ്ട് കവർ എന്ന് പറയുന്നത് 150 സ്ക്വയർ മീറ്റർ. അപ്പൊ ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ 600 by 150 ദാറ്റ് ഈസ് 4. ഒരു ഫ്ലോർ കവർ ചെയ്യുന്ന ഏരിയ, ഗ്രൗണ്ടിൽ കവർ ചെയ്യുന്ന ഏരിയ ആണ് ഈ ഗ്രൗണ്ട് കവർ എന്ന് പറയുന്നത്. അത് 150 സ്ക്വയർ മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ നമുക്ക് 600 കിട്ടി. സോ 600 by 150 ചെയ്യുമ്പോൾ എത്ര ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്യാമെന്ന്, മാക്സിമം എത്ര ഫ്ലോർ കൺസ്ട്രക്ട് ചെയ്യാമെന്ന് കണ്ടുപിടിക്കാം. എത്രയാണ്? 600 by 150 ദാറ്റ് ഈസ് 4. Now let us do a problem. Compute plinth area, carpet area and floor area for the plan of the given building plan. ഒരു ബിൽഡിംഗ് പ്ലാൻ തന്നിട്ടുണ്ട്. അതിൽ നിന്നും plinth area, carpet area, floor area കണ്ടുപിടിക്കണം. plinth area, carpet area, floor area കണ്ടുപിടിക്കണം. Wall thickness 0.2 meter ആയിട്ട് എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. Question is compute plinth area, carpet area and floor area of the plan of the given building plan. Take width of wall as 0.2 meter. Take width of wall as 0.2 meter. സോ പ്ലാൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. എല്ലാ ഡയമെൻഷൻസും പ്ലാനിൽ തന്നിട്ടുണ്ട്. ഏതൊക്കെ റൂംസ് ഉണ്ട്? ബെഡ്റൂം ഉണ്ട് 3 meter by 3 meter, കിച്ചൺ 2.5 meter by 2.5 meter, then toilet 1.9 by 1.2 meter, living room 2.5 by 3.9 meter, then again a bedroom of 3 meter by 3 meter and a veranda 2.7 meter by 1 meter. So ഇത്ര റൂംസ് ആണ് ബിൽഡിംഗ്, ഇത്ര റൂംസ് ആ ബിൽഡിങ്ങിൽ ഉണ്ട്. എല്ലാ ഡയമെൻഷൻസും തന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് കാണാം. ഒന്നും വരയ്ക്കാതെ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഡോർ ആണ് വരുന്നത്. ആ വോളിൽ, അതായത് പ്ലാനിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ വോളിൽ തന്നെ വരച്ചേക്കുന്നതാണ് വിൻഡോ. ഇടയിലിടയിൽ വിൻഡോസ് വരുന്നുണ്ട്. അതല്ലാതെ വോൾ ഇങ്ങനെ കണ്ടിന്യൂസ് അല്ലാതെ വോളുകളുടെ ഇടയിൽ ബ്രേക്ക് ഉണ്ട്. അകത്തുള്ള വോൾസ് നോക്കിക്കേ, വെറാൻഡയുടെ സൈഡില്, ലിവിംഗ് റൂമില്, ടോയ്ലറ്റിന്റെ അറ്റത്ത്, അതെല്ലാം ഈ ബ്രേക്ക് വരുന്നതെല്ലാം ഡോർസ് ആണ്. ബ്രേക്ക് വരുന്നതെല്ലാം ഡോർ ആണ്. ഡോർ ആയതുകൊണ്ടാണ് അവിടെ ഗ്യാപ്പ് ഇട്ട് വരച്ചേക്കുന്നത്. സോ യു ക്യാൻ അസ്യൂം എ ഡോർ സൈസ് ഓഫ് 0.9 meter by 2.1 meter. Assume door size 0.9 meter by 2.1 meter. അതായത് ഡോറിന്റെ വിഡ്ത്ത് 0.9 meter,
യൂഷ്വലി ഡോറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ലിൻഡിൽ ഇരിക്കുന്ന ഹൈറ്റ് ആയിരിക്കും. ഗ്രൗണ്ടിൽ നിന്ന് ലിൻഡിൽ എത്ര ഹൈറ്റിലാണ് വരുന്നത് അതായിരിക്കും ഡോറിന്റെ ഹൈറ്റ്. അത് 2 മീറ്ററോ 2.1 മീറ്ററോ ഒക്കെയാണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അസ്യൂം ഡോർ സൈസ് 0.9 മീറ്റർ ബൈ 2.1 മീറ്റർ. ഇനി നമുക്ക് ഫസ്റ്റ് പ്ലിന്ത് ഏരിയ കമ്പ്യൂട്ട് ചെയ്യാം. പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ ബിൽഡപ്പ് ഏരിയ എടുക്കുമ്പോൾ പ്ലിന്ത് ഏരിയ കിട്ടും. അതായത് ഔട്ടർ ടു ഔട്ടർ വോൾ ലെങ്ത് എടുത്തിട്ട് അത് വെച്ച് കമ്പ്യൂട്ട് ചെയ്യുന്ന ഏരിയ ആണ് പ്ലിന്ത് ഏരിയ. അപ്പൊ നമുക്ക് മൊത്തത്തോടെ എങ്ങനെ പറയാം? ബിൽഡിങ്ങിന്റെ പ്ലാൻ നോക്കുമ്പോൾ അറിയാം റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. സോ പ്ലിന്ത് ഏരിയ ഇസ് ലെങ്ത് ഓഫ് ബിൽഡിംഗ് ഇൻടു width of building. That is ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്? ഒരു സൈഡിലെ ലെങ്ത് 8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ അതായത് 8 മീറ്റർ തന്നിട്ടുണ്ട്. വിഡ്ത്ത് 6.1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഫിഗറിൽ നോക്കിയാൽ മതി 6.1 മീറ്റർ. സോ 8 മീറ്റർ ബൈ 6.1 മീറ്റർ ദാറ്റ് ഈസ് 48.8 meter square. That is the plinth area. ഇനി നമുക്ക് ഏരിയ ഓഫ് വാൾസ് കണ്ടുപിടിക്കാം. ഒരുപാട് വാൾസ് ഉണ്ട്. എല്ലാ വാൾസിന്റെയും ഏരിയ ഇതിൽ വാളിന്റെ വിഡ്ത്ത് 0.2 മീറ്റർ ആയിട്ട് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ വാളിന്റെ ഏരിയ എത്ര വരുമോ നോക്കാം. ലെഫ്റ്റ് സൈഡില് നോക്കിക്കേ 8 മീറ്റർ ലെങ്തിന് ത്രൂ ഔട്ട് വാൾ ഉണ്ട്. സോ ആ വാളിന്റെ ഏരിയ എത്ര ആയിരിക്കും? 8 into 0.2 പ്ലസ് ആ ടോയ്ലറ്റിന്റെ സൈഡിൽ ഒരു 0.3 ഉണ്ട്. സോ ആ 0.3 വരുന്ന വാളിന്റെ ഏരിയ ദാറ്റ് ഈസ് 0.3 into 0.2 പ്ലസ് into 3.4 into 2 into 3.4 into 0.2 2 into 3.4 into 0.2. അതായത് നമ്മൾ എടുക്കുന്ന 2 ബെഡ്റൂം ഉണ്ട്. 2 ബെഡ്റൂമിന്റെയും വിഡ്ത്ത് വൈസ് 2 വാൾ വരും. ആ വാളിന്റെ ലെങ്ത് എത്രയാണ്? നമ്മൾ 8 മീറ്റർ എന്ന് പറയുന്നത് അതായത് ഒരു ബെഡ്റൂം നോക്കാം. ഈ റൂംസിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഇന്നർ ഡയമെൻഷൻ ആണ്. സോ ഇങ്ങനെ 3 മീറ്റർ ഉണ്ട് വിഡ്ത്ത്. ഈ 3യുടെ കൂടെ ഇങ്ങോട്ടൊരു 0.2 ഇങ്ങോട്ടൊരു 0.2 ഉണ്ട്. മനസ്സിലായോ? 3 മീറ്റർ എന്ന് പറയുന്നത് ബെഡ്റൂമിന്റെ ഇന്നർ ഡയമെൻഷൻ. അപ്പൊ ഈ സൈഡിലോട്ടൊരു 0.2 മീറ്ററും ഈ സൈഡിലോട്ടൊരു 0.2 മീറ്ററും ഉണ്ട്. അപ്പൊ ഈ ഫുൾ വാളിന്റെ ലെങ്ത്, അപ്പൊ ഈ ബെഡ്റൂമിൽ വരുന്ന വിഡ്ത്ത് വൈസ് ഉള്ള വാളിന്റെ ലെങ്ത് എത്രയായിരിക്കും? 3.4. ദാറ്റ് ഈസ് 3 പ്ലസ് 0.2 പ്ലസ് 0.2. So 2 into 3.4 into 0.2 ചെയ്യുമ്പോൾ ബെഡ്റൂമിലെ വാൾസിന് വിഡ്ത്ത് വൈസ് ഉള്ള വാൾസിന്റെ ലെങ്ത് കിട്ടും. 2 into 3.4 അത് ഇൻറ്റു അതിന്റെ വിഡ്ത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഏരിയ കിട്ടും. സോ 2 into 3.4 into 0.2. അതുപോലെ തന്നെ അടുത്തത് 7 into 0.2. 7 into 0.2 ആണ് അടുത്ത വാൾ.
plus 7 into 0.2 then plus 2 into 3 into 0.2 plus 2 into 3 into 0.2 again അത് രണ്ട് ബെഡ്റൂമിന്റെയും റൈറ്റ് സൈഡിലുള്ള വാള് രണ്ട് ബെഡ്റൂമിന്റെ റൈറ്റ് സൈഡിലുള്ള വാളിന് 2 into 3 into 0.2 മതി കാരണം നമ്മള് വിഡ്ത് വൈസ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് ഇങ്ങ് അറ്റം വരെ എടുക്കുന്നുണ്ട് അപ്പൊ ലെങ്ത് ഇപ്പുറത്തെ റൈറ്റ് സൈഡ് എടുക്കുമ്പോൾ ഇത്രയും ഭാഗം എടുത്താൽ മതി അതാണ് ബെഡ്റൂമിൽ വരുന്ന 2 into 3 into 0.2 plus 2 into 2.1 into 0.2 2 into 2.1 into 0.2 അതായത് ബാത്റൂമിൽ 1.9 മീറ്റർ വിഡ്ത് ഉണ്ട് ആ 1.9 കൂടെ നമ്മൾ വാൾ തിക്നെസ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2.1 അത് മേലും ഉണ്ട് താഴെയുണ്ട് അതാണ് ടോയ്ലറ്റിൽ സോ 2 into 2.1 into 0.2 1.9 plus 0.2 കൂടെ വരും വോളിന്റെ ലെങ്ത് അത് മേലും താഴെയുള്ളതുകൊണ്ട് രണ്ടു വട്ടം എടുക്കണം സോ 2 into 2.1 into 0.2 plus 3 into 1.6 into 0.2 plus 3 into 1.6 into 0.2 1.6 മീറ്റർ വിഡ്ത് വരുന്ന വോള് നമുക്ക് റൈറ്റ് സൈഡ് കിച്ചണിലും ലിവിംഗ് റൂമിലും വരാണ്ട് ലിവിംഗ് റൂമിന്റെയും കിച്ചണിന്റെ ഭാഗത്ത് വരുന്നുണ്ട് 1.6 മീറ്റർ ഉള്ള അത് രണ്ടു വട്ടം എടുക്കണം രണ്ടല്ല മൂന്നെണ്ണം വരുന്നുണ്ട് സോ അത് മൂന്ന് വട്ടം എടുക്കണം സോ 3 into 1.6 into 0.2 3 into 1.6 into 0.2 ഇതിനകത്ത് ഒരു 7 into 0.2 കണ്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിൽ 8 മീറ്റർ ലെങ്ത് ഉണ്ട് വോളിന് പക്ഷെ റൈറ്റ് സൈഡിൽ വെറാൻഡയ്ക്ക് വോൾ വരച്ചിട്ടില്ല ഒറ്റ ലൈനെ വരച്ചിട്ടില്ല അതായത് വെറാൻഡ ഓപ്പൺ ആണ് സോ വെറാൻഡയുടെ വിഡ്ത് എന്ന് പറയുന്നത് 2.7 മീറ്ററും വെറാൻഡയ്ക്ക് ലെങ്തും വിഡ്ത്തും ഉണ്ട് ലെങ്ത് 2.7 മീറ്ററും വിഡ്ത്ത് 1 മീറ്ററും സോ ലെഫ്റ്റ് സൈഡിൽ ഫുൾ 8 മീറ്റർ ലെങ്ത്തിന് വോൾ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ 1 മീറ്റർ കുറവായിരിക്കും സോ ആ 1 മീറ്റർ കുറച്ചിട്ടുള്ളതാണ് 7 into 0.2 സോ ഏരിയ ഓഫ് വോൾ എങ്ങനെ എടുത്തു എന്ന് ഒന്നും കൂടെ പറയാം വോളിന്റെ ലെങ്തിനെ നമ്മൾ വോളിന്റെ വിഡ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വോളിന്റെ ഏരിയ കിട്ടും ഫസ്റ്റ് വൺ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള 8 മീറ്റർ വോൾ സോ 8 into 0.2 പ്ലസ് 0.3 into 0.2 എന്ന് പറയുന്നത് ടോയ്ലറ്റിന്റെ അവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട് വോൾ 0.3 മീറ്റർ അതിന്റെയാണ് 0.3 into 0.2 ഇനി ബെഡ്റൂം എടുക്കുമ്പോൾ ബെഡ്റൂമിന്റെ ലെങ്ത് എത്രയാണ് 3 മീറ്റർ രണ്ട് ബെഡ്റൂമിന്റെയും ലെങ്ത് 3 മീറ്റർ ആ ലെങ്ത്തിന്റെ കൂടെ രണ്ട് സൈഡിലും വോൾ വരും ഇന്നർ ഡയമെൻഷൻ ആണ് 3 മീറ്റർ പിന്നെ ഇപ്പുറത്തോട്ട് ഒരു 0.2 ഉണ്ട് ഇങ്ങോട്ടും ഒരു 0.2 ഉണ്ട് സോ 3 plus 0.2 plus 0.2 ചെയ്യുമ്പോൾ 3 plus 0.4 3.4 എന്ന് കിട്ടും അത് ബെഡ്റൂമിന് എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ട് വോൾ വരുന്നുണ്ട് സോ 3 into 2 into 3.4 into 0.2 ഇനി ഈ 8 മീറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് അങ്ങേ അറ്റത്ത് വരുന്ന വോളില് വെറാൻഡ പോർഷനിൽ 1 മീറ്റർ വെറാൻഡ പോർഷന്റെ 1 മീറ്ററിൽ വോൾ ഇല്ല സോ ബാക്കി 8ൽ നിന്നും ബാക്കി എത്രയുണ്ട് 7 അതാണ് 7 into 0.2 എന്ന് കിട്ടിയത് അതായത് എക്സ്ട്രീം റൈറ്റ് സൈഡിൽ വരുന്ന വോൾ എക്സ്ക്ലൂഡിങ് വെറാൻഡ പോർഷൻ 7 into 0.2 പ്ലസ് ഇനി ബെഡ്റൂമിന്റെ വിഡ്ത് വൈസ് 3 മീറ്റർ ഉണ്ട് രണ്ട് ബെഡ്റൂമിനും അവിടെ രണ്ട് വോൾ വരും സോ 2 into 3 into 0.2 2 into 3 into 0.2 പ്ലസ് ടോയ്ലറ്റിന്റെ അവിടെ 1.9 മീറ്റർ ആണ് ലെങ്ത് 1.9 മീറ്റർ ലെങ്ത് ഉള്ള ടോയ്ലറ്റിന്റെ വിഡ്ത് 1.9 മീറ്റർ വരും ആ 1.9 മീറ്റർ വരുന്ന ഭാഗത്ത് ഒരു 0.2 കൂടെ ഒരു സൈഡിലോട്ട് വോൾ വരും സോ 1.9 പ്ലസ് 0.2 ചെയ്യുമ്പോൾ എത്ര കിട്ടും 2.1 അത് തന്നെ രണ്ട് സൈഡിലുണ്ട് മേലും താഴെയും ഉണ്ട് 2.1 സോ 2.1 into 0.2 into 2 രണ്ട് വോളിന്റെ എടുക്കാം ടോയ്ലറ്റിന്റെ സോ 2 into 2.1 into 0.2 പ്ലസ് 3 into 1.6 into 0.2 അതായത് റൈറ്റ് സൈഡില്
1.6 മീറ്റർ ഉള്ള 3 വോൾ കാണാം. അതിന്റെയും കൂടെ എടുക്കണം. 3 × 1.6 × 0.2. ഇത്രയും ചെയ്യുമ്പോൾ ഏരിയ ഓഫ് വാൾസ് കിട്ടും. എത്രയാണ്? 7.42 സ്ക്വയർ മീറ്റർ. ഏരിയ ഓഫ് വാൾസ് 7.42 സ്ക്വയർ മീറ്റർ. അപ്പൊ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഫ്ലോർ ഏരിയ ഇസ് ഈക്വൽ ടു പ്ലന്ത് ഏരിയ minus area of walls. Plinth area minus area of walls, that is 48.8 minus 7.42, that is equal to 41.38 meter square. 41.38 meter square. 41.38 meter square എന്ന് കിട്ടും. Next is non-usable area. ഇതിനകത്തുള്ള non-usable area എല്ലാം കമ്പ്യൂട്ട് ചെയ്യണം. സോ അതിൽ ആദ്യം വരുന്ന ഏരിയ ഓഫ് വരാൻഡ 2.7 by 1, that is 2.7 meter. Room dimension എപ്പോഴും റൂമിന്റെ അകത്തെ ഡയമെൻഷൻ ആയിരിക്കും. വോൾ ലെങ്ത് കൂട്ടാനുള്ളത്. 2.7 × 0.1, 2.7 meter square. Then area of kitchen. (2.5 × 2.5). wall thickness കൂട്ടാതെ ഇന്നർ ഡയമെൻഷൻ എടുത്താണ് റൂമിന്റെ ഏരിയ പറയുന്നത്. 6.25 meter square. Then area of toilet. Area of toilet 1.9 × 1.2. That is 2.28 meter square. Then appo total non usable area എത്രയാ? ടോട്ടൽ നോൺ യൂസബിൾ ഏരിയ എത്ര വരും? ഈ 3 ഏരിയാസും കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 2.7 plus 6.25 plus 2.28. ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നോൺ യൂസബിൾ ഏരിയ 11.23 എന്ന് കിട്ടും. 11.23 meter square. So carpet area is floor area minus non-usable area. That is 41.38 minus 11.23. (30.15 meter square). So this is how you compute the areas. Now next question, calculate plinth area, floor area and carpet area. Carpet area for the plan of a building given in the figure. Wall thickness is 30 centimeter. Calculate plinth area, floor area and carpet area for the plan of a building given wall thickness is 30 centimeter. നമ്മൾ ഈ ഡോർ സൈസ് നേരത്തെ ക്വസ്റ്റ്യനിൽ അസ്യൂം ചെയ്തു 0.9 by 2.1 മീറ്റർ. ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യാം ഡോർ സൈസ് 0.9 by 2.1 മീറ്റർ. ആക്ച്വലി ഡോർ സൈസ് അസ്യൂം ചെയ്തതിലും കുഴപ്പമില്ല, കാരണം ഡോറിന്റെ അവിടെ വോൾ ഇല്ലെന്നാണല്ലോ. ഡോറിന്റെ അവിടെ വോൾ ഇല്ലാത്തതുകൊണ്ട് വോൾ ഏരിയയിൽ നമ്മൾ അത് കൂട്ടുന്നില്ല. സോ ഇവിടെ
ഡോർ എത്ര എടുക്കാം? 0.9 മീറ്റർ ബൈ 2.1 മീറ്റർ. ജസ്റ്റ് അസ്യൂം ചെയ്യുന്നതേ ഉള്ളൂ. 0.9 ബൈ 2.1. അത് നിങ്ങൾ വോളിന്റെ തിക്നെസ് എല്ലാം വെച്ച് ലെങ്തും തിക്നെസ്സും ഒക്കെ വെച്ച് സബ്ട്രാക്ട് നോക്കുമ്പോൾ 0.9 തന്നെ കിട്ടും. സോ ഡോർ സൈസ് എടുത്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഡോർ വരുന്ന ഭാഗത്ത് വോൾ ഇല്ല. സോ അവിടുത്തെ വോൾ ഇല്ലാത്തതുകൊണ്ട് ആ ലെങ്ത് നമുക്ക് ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് അസ്യൂം ചെയ്യുന്നതേ ഉള്ളൂ. ഡോർ സൈസ് 0.9 മീറ്റർ ബൈ 2.1 മീറ്റർ. ഇവിടെ 4 റൂംസ് ഉണ്ട്, അതായത് ഒരു ടോയ്ലറ്റ് ഉണ്ട്, 2 റൂം ഉണ്ട്. 3.5 മീറ്റർ ബൈ 3 മീറ്ററും 3 മീറ്റർ ബൈ 3 മീറ്ററും പിന്നെ ഒരു ഓപ്പൺ വരാന്തയും ഉണ്ട്. ഓപ്പൺ സ്പേസ്, ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് വോൾ ഇല്ല, അതുകൊണ്ട് വെറുതെ ലൈൻ മാത്രമേ വരച്ചിട്ടുള്ളൂ, പ്ലിന്ത് മാത്രമേ ഉള്ളൂ അവിടെ. All dimensions are given clearly in the plan. So you look at the plan carefully, look at all the dimensions. First one, plinth area. Plinth area എങ്ങനെ കണ്ടുപിടിക്കും? Length of building into width of building. Plinth area is length into width. Length of building into width of building. അത് ചെയ്യുമ്പോൾ plinth area കിട്ടും. That is 7.4 മീറ്റർ. അത് നോക്കിക്കേ, ഇവിടെ 2 വര വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഔട്ടർ വാളിന്റെ ലെങ്ത് 7.4ഉം അതിന്റെ മേലൊരു ഡയമെൻഷൻ കണ്ടോ 7.5. ആ 7.5 എന്ന് പറയുന്നത് പ്ലിന്ത് പ്രൊജക്ഷനും കൂടെ ചേർത്ത്, പ്ലിന്തിന്റെ ഓഫ്സെറ്റ് കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ 7.5. നമുക്ക് ഔട്ടർ വാൾ ടു വാൾ എടുത്താൽ മതി. സോ ലെങ്ത് ഓഫ് ബിൽഡിംഗ് ഇൻറ്റു വിഡ്ത് ഓഫ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ 7.4 മീറ്റർ ഇൻറ്റു 6 മീറ്റർ വേണം ചെയ്യാൻ. 7.4 മീറ്റർ ഇൻറ്റു, നേരത്തെ ക്വസ്റ്റ്യനിൽ വാളിന്റെ ബൗണ്ടറി കൂടെ തന്നെയായിരുന്നു പ്ലിന്ത്, പ്രൊജക്ഷൻ ആയിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അത് തന്നെ എടുത്തു. ഇവിടെ എന്ന് പറയുന്നത് പ്ലിന്തിന്റെ ഓഫ്സെറ്റ് ഉണ്ട്, പ്ലിന്ത് പ്രൊജക്ഷൻ ഉള്ളത് കൊണ്ട് ഔട്ടർ വാൾ ടു വാൾ മാത്രം എടുത്താൽ മതി. സോ 7.4 by 6, 7.4 by 6 എത്ര കിട്ടും? 44.4 meter square. Now area of walls എടുക്കാം. Area of walls, first one 6 into 0.3, left side 6 into 0.3. ഇവിടെ wall thickness 30 centimeter ആയിട്ട് എടുക്കാൻ പറഞ്ഞു. So 6 into 0.3 plus 2.7 into 0.3 2.7 into 0.3 plus 2.1 into 0.3. അതായത് ആ ഫസ്റ്റ് റൂം ഉണ്ടല്ലോ 3.5 by 3 മീറ്റർ, ആ 3 മീറ്റർ വരുന്ന പോർഷനിൽ ആണ് 2.7 into അവിടെ ഒരു വാൾ നമ്മൾ ഇവിടെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഈ ഫസ്റ്റ് വാളിൽ തന്നെ ആ ഒരു 0.3 വന്നു കഴിഞ്ഞു. ഈ ലെഫ്റ്റ് സൈഡിൽ 6 മീറ്റർ എടുക്കുമ്പോൾ 3 മീറ്ററിനകത്ത് 3 മീറ്റർ കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് സൈഡിലോട്ടുള്ള 0.3 ആ ഫസ്റ്റ് 6 മീറ്ററിൽ തന്നെ വരും. അപ്പൊ ഒരു സൈഡിലോട്ട് ആ ഒരു പ്രൊജക്ഷൻ കുറച്ചിട്ടാണ് 3 മൈനസ് 0.3 എടുത്തിട്ടാണ്. സോ 2.7 into 0.3 വരുന്നത് അവിടുത്തെ വാളിന്റെ തിക്നെസ്. 2.7 into 0.3 പ്ലസ് 2.1 into 0.3, 2.7 into 0.3 plus 2.1 into 0.3. Plus 3 മീറ്ററിന്റെ ഒരു ഭാഗത്തുള്ള നമ്മൾ എടുത്തതുകൊണ്ട് 3 നിന്നും 0.3 കുറച്ചെടുത്താൽ മതി. സോ 2.7 into 0.3 plus 2.1 into 0.3 plus
3.6 into 0.3 plus 2 into 3.5 into 0.3. 2 into 3.5 into 0.3. 2 into 3.5 എന്ന് പറയുന്നത് രണ്ട് റൂമിലുണ്ട്. ആ രണ്ട് വോൾ എടുക്കണം. സോ 2 into 3.5 into 0.3 plus 2.6 into 0.3 താഴെ വരുന്നത് 2.6 into 0.3 കുറച്ച് നടുക്ക് വരുന്നില്ലേ ടോയ്ലറ്റിന്റെ റൂമിന്റെ ഇടയ്ക്ക് വരുന്ന ചെറിയ ഹോൾ അത് 2.6 മീറ്റർ ആണ്. 2.6 into 0.3 plus 2 into 2.1 into 0.3. 2.1 മീറ്റർ വരുന്ന രണ്ട് ഹോൾ ഉണ്ട്. 2 into 2.1 into 0.3. 2 into 2.1 into 0.3. അതായത് 2.1 വരുന്നത് ഫസ്റ്റ് മേലുള്ള റൂമിന്റെ 3.5 into 3 മീറ്റർ റൂമിന്റെ റൈറ്റ് സൈഡിലുള്ള വോളിന് 2.1 മീറ്റർ ആണ്. അതേപോലെ തന്നെ ടോയ്ലറ്റിനും ഉണ്ട് ടോയ്ലറ്റിനുണ്ട് 2.1 മീറ്ററിന്റെ വോള്. അതുപോലെ ആ മേലും താഴെയും വരുന്ന രണ്ട് വോൾ ഉണ്ട്. 2.1 into 0.3 എടുത്തേക്കുന്നത് കണ്ടോ. ആ റൂമിന്റെ മേലും താഴെയും വരുന്ന 2.1 into 0.3. ആ റൂമിൽ റൈറ്റ് സൈഡിലെ റൂമിന്റെ മേലും താഴെയും വരുന്നുണ്ട് 2.1ന്റെ രണ്ട് വോൾ. സോ അത് രണ്ടും എടുക്കുമ്പോൾ 2 into 2.1 into 0.3 വരും. സോ ഏരിയ ഓഫ് വോൾ എന്തൊക്കെയാണ്? ലെഫ്റ്റ് സൈഡിൽ 6 into 0.3, then 2.7 into 0.3, then 2.1 into 0.3. അതായത് ടോയ്ലറ്റിന്റെ ആണ് 2.1 into 0.3. മറ്റേ 2.7 into 0.3 എന്ന് പറയുന്നത് റൂമിന്റെ വരും. 2.7 into 0.3 റൂമിന്റെ റൈറ്റ് സൈഡിൽ വരും. 2.17 into 0.3. അത് കഴിഞ്ഞ് 3.6 into 0.3. 3.6 into 0.3 എന്ന് പറയുന്നത് ആ 3 മീറ്റർ റൂമിന്റെ 3 മീറ്റർ നമ്മൾ എടുത്തിട്ട് ആ 3 മീറ്ററിന്റെ കൂടെ അതായത് റൈറ്റ് സൈഡിലെ റൂമിന്റെ 3 മീറ്റർ എടുക്കുമല്ലോ. റൈറ്റ് സൈഡിലെ റൂം ഉണ്ട് 3 മീറ്റർ ബൈ 3 മീറ്റർ. ആ 3 മീറ്റർ ഇന്നർ ഡയമെൻഷന്റെ കൂടെ മേലോട്ട് താഴോട്ടും കൂടെ ഒരു 0.3 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 3.6 വരുന്നത് റൈറ്റ് സൈഡിലെ റൂമിന്. അതാണ് 3.6 into 0.3 പ്ലസ് ഇനി നമ്മളെല്ലാം വെർട്ടിക്കൽ ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എടുക്കാം. 2 into 3.5 into 0.3. 3.5 മീറ്റർ ലെങ്ത് വരുന്ന രണ്ട് വോൾ. സോ 2 into 3.5 into 0.3 പ്ലസ് 2.6 into 0.3. ആ താഴെ ഒരു 2.6 വരച്ചിട്ടുണ്ട് കണ്ടോ. ആ ടോയ്ലറ്റിന്റെ റൂമിന്റെ ഇടയിൽ വരുന്ന വോൾ അത് 2.6. അതിന്റെ 2.6 into 0.3 പ്ലസ് ഇനി റൈറ്റ് സൈഡിലും ആ റൂമിന്റെ മേലും താഴെയായിട്ട് 2.1ന്റെ രണ്ട് വോൾ ഉണ്ട്. സോ 2 into 2.1 into 0.3. എല്ലാ വോളിന്റെ ഏരിയ എടുത്തു കഴിയുമ്പോൾ എത്ര കിട്ടും? സം ചെയ്യുമ്പോൾ 8.46 എന്ന് കിട്ടും. 8.46 കിട്ടി. ഇനി ഫ്ലോർ ഏരിയ എത്രയാണ്? ഫ്ലോർ ഏരിയ is plinth area minus area of walls. That is 44.4 minus 8.46. 44.4 minus 8.46. 35.94 എന്ന് കിട്ടും. ഇനി നോൺ യൂസബിൾ ഏരിയ.
ഏതൊക്കെയുണ്ട്? ടോയ്ലറ്റും ഉണ്ട്, വരാന്തയും ഉണ്ട്. എത്ര വരും? ടോയ്ലറ്റിൻ്റെത് 3.5 ഇൻറ്റു 2.1 പ്ലസ് വരാന്തയുടെ 3.3 ഇൻറ്റു 2.4. വരാന്തയുടെ 3.3 ഇൻറ്റു 2.4 ദാറ്റ് ഈസ് 7.92 സ്ക്വയർ മീറ്റർ. അല്ല 7.92 ഇത് ഫുൾ ആഡ് ചെയ്തെടുക്കണം. പ്രത്യേകം കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. നോൺ യൂസബിൾ ഏരിയ ഇസ് area of veranda plus area of toilet, that is 3.3 into 2.4 plus 3.5 into 2.1, 15.27. 15.27. Therefore carpet area is equal to floor area minus non-usable area. എത്രയാ? 15.27. 35.94 minus 15.27, 20.67 meters square. ഇത് മൂന്ന് പേർക്ക് കമ്പ്യൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആദ്യം പ്ലിന്ത് ഏരിയ എടുത്തു, ലെങ്ത് ഓഫ് ബിൽഡിംഗ് ഇൻറ്റു വിഡ്ത്ത് ഓഫ് ബിൽഡിംഗ്, പിന്നെ ഏരിയ ഓഫ് വാൾസ് കണ്ടുപിടിച്ചിട്ട് ഫ്ലോർ ഏരിയ കണ്ടുപിടിക്കുന്നു. അതായത് പ്ലിന്ത് ഏരിയയിൽ നിന്ന് ഏരിയ ഓഫ് വാൾസ് കുറയ്ക്കുമ്പോൾ ഫ്ലോർ ഏരിയ കിട്ടും. ഈ നോൺ യൂസബിൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഫ്ലോർ ഏരിയയിൽ നിന്നും നോൺ യൂസബിൾ ഏരിയ കുറയ്ക്കുമ്പോൾ കാർപ്പറ്റ് ഏരിയ കിട്ടും. താങ്ക് യു.